കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തു ഉള്ളവരാണ് എന്ന പരിഗണന, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന പരിഗണന നാം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ട ഒരു 3 കാര്യമുണ്ട്. അത് നാം അടിയുറച്ച് വിശ്വസിച്ചിരിക്കുകയും അത് മാത്രമല്ല ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയും പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ്. എന്താണത്? 1 കൊലോസ്യ ലേഖനത്തിലെ 3-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. നാം യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട് യേശു ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗാരോഹണം ചെയ്യപ്പെട്ട് ആത്മാവിൽ പിതാവിൽ നാം മറഞ്ഞിരിക്കുന്നു. വലിയ ആഴമുള്ള സത്യം. പക്ഷേ ഇത് വിശ്വസിക്കണം. ഞാനും നിങ്ങൾ വിശ്വസിക്കണം. പിതാവിൽ മറഞ്ഞിരിക്കുന്നു എന്ന സത്യത്തിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ രക്ഷ ഉറപ്പാണ്. നാം രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നുകൊണ്ട് മാത്രം പോരാ, ഈ ഏറിയ നിശ്ചയം ഉണ്ടാകണം. അല്ലെങ്കിൽ എപ്പോഴും തീരുമാനം എടുത്തുകൊണ്ടിരിക്കും, എപ്പോഴും യേശുവിനെ ഹൃദയത്തോട് സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. പിതാവിൽ നമ്മളെ മറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതാണ്. ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത് അപ്പനാണ്, അപ്പൻ്റെ കൈവശത്തിലാണ്. നാം അപ്പനുള്ളവർ. 1. 2-ാമത്തെ കാര്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27 കാണും. കൊലോസ്യ ലേഖനം തന്നെ 1-ാം അധ്യായം 27. അതെന്താണെന്നറിയാമോ? അതാ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നാണ്. നമ്മിൽ ഇരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായിട്ടുള്ള ക്രിസ്തു നമ്മിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നു. ആത്മാവിൽ, പുത്രത്വത്തിന്റെ ആത്മാവിൽ അവൻ നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മിൽ വാഴുന്നു. എന്തുവാ? അവൻ നമ്മിൽ ചിന്തിക്കുന്നു, അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു, അവൻ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ മുന്നോട്ട് നടത്തുന്നു. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമുക്ക് ബൈബിള് വായിക്കുമ്പോൾ ആലോചനകൾ പറഞ്ഞു തരുന്നത് നമ്മളിരിക്കുന്ന പുത്രത്തിന്റെ ആത്മാവാണ്. നമുക്ക് പ്രസംഗിക്കുവാൻ ശക്തി തരുന്നത് ഈ യേശു കർത്താവാണ് നമ്മളിൽ വസിക്കുന്നത്. ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള ശബ്ദം കേൾപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പുത്രത്തിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവാണ്. അവൻ നമ്മുടെ ഹൃദയത്തിലേക്കും. മഹത്വത്തിന്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമ്മുടെ രക്ഷ പൂർണ്ണമായിട്ടില്ല, നമ്മുടെ ശരീരം രക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ പൂർണ്ണ രക്ഷ വരുന്നത് വരെ, ആ മഹത്വം വരുന്നവരും, ഗ്ലോറിഫൈഡ് ബോഡി വരുന്നവരും, മഹത്വീകരിക്കപ്പെട്ട സ്വർഗത്തിൽ വസിക്കാൻ പറ്റിയ ഒരു ശരീരം നമുക്ക് കിട്ടും. അത് ലഭിക്കോളം നമ്മൾ കാത്തിരിക്കണം. അപ്പോഴേ രക്ഷ പ്രാപിക്കാൻ പറ്റുന്നുള്ളതല്ല. അപ്പം അത് പുത്രൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രൻ ഇല്ലാത്തവന് ജീവനെ കാണുന്നില്ല, സ്വർഗത്തിന് പ്രയോജനമില്ല. ഇത് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. 3-ാമത് അവസാനത്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസ് 17:21 സുവിശേഷ ഭാഗത്തിന്റെ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നാണ്. യേശു കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നവൻ. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്തോ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ വാക്കിംഗ് വിത്ത് അസ്. സങ്കീർത്തനക്കാരൻ പറയുന്ന എൻ്റെ യഹോവ, എൻ്റെ കർത്താവ് എൻ്റെ വലതുഭാഗത്ത് എപ്പോഴും ഉണ്ട്. 16-ാം സങ്കീർത്തനത്തിൽ പറയും. അപ്പം കൂടെ നടക്കുന്നവനായി
ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 കൂടെ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം. അപ്പം കൂടെ നടക്കുന്നവർ അതെന്തിനാ? നമുക്ക് കൂട്ടായ്മ തന്നുകൊണ്ട്, നമുക്ക് ചിന്തകളൊക്കെ തന്നുകൊണ്ട്, അവനെ നമ്മുടെ സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട്, നമ്മൾ വചനം വായിക്കുമ്പോൾ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒക്കെ അവന് കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. അവനുണ്ടെങ്കിൽ ദൈവദൂതന്മാരും നമുക്ക് കൂടെ. എത്ര എത്ര സേഫ്റ്റി, എത്ര സെക്യൂരിറ്റി! ഇതാണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ. ഈ 3 കാര്യം ഓർക്കണം. 1, അപ്പനിൽ നമ്മൾ മറഞ്ഞിരുന്നു. 2, ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു. 3, ക്രിസ്തു നമ്മോട് കൂടെ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.